സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ 9.2 എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. 7/24 മൈനസ് 17/36 സബ്സ്ട്രാക്ട് ചെയ്യാനാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 24ൻ്റെ 36ൻ്റെ എന്തെടുക്കണം, LC എടുക്കണം. എത്ര? 72 എന്ന് പറഞ്ഞു കിട്ടും. അപ്പം ഇവിടെ 7/24 അല്ലേ. അപ്പോൾ ഈ 24 72 ആനയുടെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 3 വെച്ച് മൾട്ടിപ്ലൈ ആണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അടുത്ത 17/36 ആണ്. 36 72 ആന എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 2 വെച്ച് മൾട്ടിപ്ലൈ ആണ്, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിലും. ഓക്കെ, നിങ്ങളത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 72/36 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 73/21 താഴെ 72, അടുത്തത് 34, ഡിനോമിനേറ്റർ എത്രയാണ്? 72. അപ്പം ഡിനോമിനേറ്റർ രണ്ടിൻ്റെ സെയിമാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ സോൾവ് ചെയ്താൽ മതി. 21 മൈനസ് 34, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് എന്തിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം? ചെറുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. സോറി, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. വലുതിന് തന്നെ എത്ര? -34 അല്ലേ. -34 അല്ലേ വലുത്. അപ്പോൾ ആൻസർ എത്ര? 21. 34 മൈനസ് 21 ആൻഡ് ആൻസർ ഈസ് -13/72. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5/63 മൈനസ് ഓഫ് 6/21. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം, മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 5/63 പ്ലസ് 6/21. 63യുടെയും 21ൻ്റെയും നമ്മൾ എന്തെടുക്കുക? LC എടുക്കുക. LC എടുക്കാൻ നേരത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 63 എന്ന് പറഞ്ഞ് തന്നെ കിട്ടും. അപ്പോൾ 5/63 അതുപോലെ തന്നെ നമുക്ക് എഴുതാം. കാര്യം ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത 6/21 ആണ്. അവിടെ നമ്മൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ആവും? 3 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടും? ഡിനോമിനേറ്റർ 63 ആവും, ന്യൂമറേറ്ററിൽ 18 ആവും. എന്നിട്ട് 5ഉം 18 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 23/63 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -6/13 -7/50. ഇപ്പോൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം, മൈനസ് മൈനസ് പ്ലസ് ആവും. -6/13 + 7/50 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 13ൻ്റെയും 15ൻ്റെ LCM എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ LCM എടുക്കാൻ നേരത്ത് 195 കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ 15 കൊണ്ട് മൾട്ടിപ്ലൈ, 13 × 50. ഓക്കെ, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ. -6/13 അല്ലേ, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 195 ആക്കണ്ടേ. അതിനുവേണ്ടി 13 നമ്മൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 15 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടും ആൻസർ? -90/195. അടുത്ത 7/50ൻ്റെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും 13 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര? 91/195. സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് 91 - 90 ആൻസർ എത്ര കിട്ടും? 1/195 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -3/8 -7/11 ആണ്. അപ്പോൾ ഇവിടെ 8ൻ്റെ 11ൻ്റെയും LCM എത്രയാണ്? കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് 88 ആയിരിക്കും LCM. അപ്പോൾ 8 ആണ് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 7/11 അതുപോലെ തന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 8 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ -33/88 -56/88. ഓക്കെ, ഡിനോമിനേറ്റർ നമ്മൾ കോമൺ ആയിട്ട് 88 ആയിട്ട് എഴുതി. -33 -56 ആൻസർ എത്രയാണ്? -89/88. ഓക്കെ, കാര്യം സെയിം സൈൻ അല്ലേ. അപ്പോൾ ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ 1 and 1/88 എന്ന് പറഞ്ഞു കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -2 and 1/9 -6 ഇതാണ് ചോദ്യം. അപ്പം ഇതെങ്ങനെ ചെയ്യണേ? ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഓർത്തോളാം കേട്ടോ. എന്താണ് മൈനസ് ഓഫ് എന്ന് പറയുന്നത് ഫുള്ള് കംപ്ലീറ്റ് ആണ് കേട്ടോ. -2 and 1/9. അപ്പം 9 × 2 18, 18 + 1 19, 19/9 -19/9 -6/1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ LCM 9 ആണ്. അപ്പം -19/9 ഒന്നും എഴുതണ്ട, അതുപോലെ തന്നെ എഴുതാം. -6/1 ഡിനോമിനേറ്റർ 9 ആക്കാൻ × 9, ഇവിടെ × 9 ഉണ്ടോ. അപ്പോൾ എത്ര? രണ്ടുപേരുടെ ഡിനോമിനേറ്റർ 9 ആയില്ലേ.
ഇനിയിപ്പം -19 -6 അല്ല -19 -54. കാര്യം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലോ. -19 -54 ഡിവൈഡ് ബൈ 9. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസറാണ് -73. -73/9. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ എന്ത് വരും? -8 and 1/9. നിങ്ങൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് ഇത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ്. അത് വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും LCO അങ്ങനെയുള്ള ഒന്നും കണ്ടുപിടിക്കാനില്ല. ജസ്റ്റ് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററായിട്ട് കിടക്കുന്ന 9 -7 ആണ്. അപ്പോൾ 9 × 7 എത്ര? 63 ഉണ്ടോ? അത് 9ൻ്റെ സൈൻ പ്ലസും 7ൻ്റെ സൈൻ മൈനസും ആണ്. അപ്പം പ്ലസ് ഇൻറ്റു മൈനസ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ 2 × 4 8 ഉണ്ടോ? അത്രയുള്ള പരിപാടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റാം? മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റാം. അപ്പോൾ എന്ത് കിട്ടും? -7/8 എന്ന് പറഞ്ഞു കിട്ടും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കുറേ ചെയ്താലേ. ഇപ്പം നെക്സ്റ്റ് 3/10 × -9. അപ്പോൾ -9 എന്ന് എഴുതിയാലും ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 1 ഉണ്ട്. ഉണ്ടോ? അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നുണ്ട് ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്. അപ്പം 3യും -9 കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും? -27 ഡിവൈഡ് ബൈ 10 × 1 എത്ര? 10. അപ്പോൾ അതിന് മിക്സഡ് ഫ്രാക്ഷനിലായിട്ട് എഴുതി. കുറേ കൂടി എളുപ്പമാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് -6/5ഉം 9/11. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ. -6 × 9 -54. ഇനി ഡിനോമിനേറ്റർ 5 × 11 എത്ര കിട്ടും? 55. അത്രേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് 3/7ഉം -2/5. 3/7ഉം -2/5. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ എത്ര? 3യും -2 എത്ര കിട്ടും? -6. 7 × 5 എത്ര? 35. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഏതാ? 3/11ഉം 2/5. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ 3 × 2 6, 11 × 5 55. അത്രേ ഉള്ളൂ. അടുത്ത് 3/-5ഉം -5/3. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ന്യൂമറേറ്ററിലോട്ട് 2 സൈനിനെ മാറ്റിക്കൂടെ? കണ്ടോ? ഈ 2 നെഗറ്റീവായിട്ടുള്ള 2 സൈൻ ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവന്നു. മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ് അല്ലേ? പിന്നെ ജസ്റ്റ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 3 15. താഴെ 5 × 3 15. 15 ക്യാൻസൽ ആയി പോകും. അങ്ങനെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് പറഞ്ഞു കിട്ടും. ക്ലിയർ ആണല്ലോ ഐഡിയ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, എളുപ്പം ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. നമ്മുടെ എക്സസൈസ് കൂടെ വെച്ച് തീർന്നു. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ചോദ്യം? എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, -4 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ ഇതിൽ നിങ്ങളൊരൊറ്റ കാര്യം ഓർത്താൽ മതി. ഇപ്പം -4 ഡിവിഷൻ കാണുവാണെങ്കിൽ നിങ്ങൾ ഇൻറ്റു എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് റെസിപ്രോക്കൽ എടുക്കണം. എന്ത് വരും? 3/2 കേട്ടോ. ഡിവിഷൻ കാണുവാണെങ്കിൽ നിങ്ങൾ അതിന് ഇൻറ്റു ആക്കാനായിട്ട് ഇതിന് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. എത്ര വരും? 3/2. ഇനിയിപ്പോൾ എളുപ്പമല്ലേ? -4 × 3 -12/2. ക്യാൻസൽ ചെയ്യാമല്ലോ. 12ൽ 2 എത്ര ടൈംസ്? നമുക്ക് എത്ര കിട്ടും? -6. അതായിരിക്കും എൻ്റെ ആൻസർ. -6. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ -3/5 ഡിവൈഡ് ബൈ 2. 2 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ഉണ്ടല്ലോ. -3/5 എഴുതാം, ഇൻറ്റു എഴുതാൻ നേരത്ത് 1/2 ഉണ്ടോ. പിന്നെ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ 3 × 1 -3 5 × 2 10. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് -4/5 ഡിവൈഡ് ബൈ -3. -4/5 അതുപോലെ തന്നെ എഴുതി. ഡിവിഷൻ നിങ്ങൾ മാറ്റി ഇൻറ്റു ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ എന്ത് വരും? -3യുടെ റെസിപ്രോക്കൽ -1/3. മൈനസ് ന്യൂമറേറ്ററിൽ എഴുതിയെന്നേ ഉള്ളൂ. 1/-3 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ രണ്ട് ന്യൂമറേറ്റർ 2 മൈനസ് അല്ലേ കിടക്കുന്നത്? മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ് 4/5 × 3 എത്രയാണ്? 15. അപ്പോൾ ആൻസർ എത്രയാണ്? 4/15. അടുത്ത ക്വസ്റ്റ്യൻ -1/8 ഡിവൈഡ് ബൈ 3/4. -1/8 അതുപോലെ തന്നെ എഴുതാം. ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കി എഴുതാം. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുക 4/3. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 4 1s are 4, 4 2s are 8. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -1 -1 × 1 -1 ഡിവൈഡ് ബൈ 3 × 2 എത്ര? 6.
അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് -2/13 ഡിവൈഡ് ബൈ 7 1/7 റെസിപ്രോക്കൽ എടുക്കുക. -2/13 ഇൻറ്റു 7/1 ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ 7 ഇൻറ്റു -2 എത്രയാണ് -14 ഉണ്ടോ. 13 ഇൻറ്റു 1 എത്ര 30. പിന്നെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുന്നിടത്ത് 13 1s are 13 അല്ലേ, റിമൈൻഡർ 1 അല്ലേ, സോ 1 and 1/13 നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ മൊത്തത്തിൽ ഇത് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് -7/12 ഡിവൈഡ് ബൈ -2/13 -7/12 അതുപോലെ തന്നെ എഴുതാം. ഡിവിഷൻ മാറ്റി എന്താക്കുക, ഇൻറ്റു ആക്കാം, റെസിപ്രോക്കൽ എടുക്കുക. 13/2 അപ്പം നമ്മൾ നേരത്തെ ചെയ്തില്ല, ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കണമെമ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. പിന്നെ ജസ്റ്റ് മൾട്ടിപ്ലൈ, ന്യൂമറേറ്ററിൽ 2 നെഗറ്റീവാണ്, അപ്പം ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 7 ഇൻറ്റു 13 എത്ര ഒരു 91 ഇവിടെ എഴുതിയിട്ടുണ്ട്. 12 ഇൻറ്റു 2 24. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുവാണെങ്കിൽ എത്ര കിട്ടും, 3 and 19/24 എന്ന് പറഞ്ഞു കിട്ടും. നെക്സ്റ്റ് 3/13 ഡിവൈഡ് ബൈ -4/65. 3/13 അതുപോലെ തന്നെ എഴുതാം, ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കാം. ഇൻറ്റു ആക്കാൻ നേരത്ത് റെസിപ്രോക്കൽ വരും, എന്തൊരു 65/-4. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എനിക്ക് 13 ഇൻറ്റു 5 65 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 13 65 എത്ര ടൈംസാണ്, 5 ടൈംസ്. അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത്, അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മളത് ഉണ്ടോ 13 3യും 13 ഇൻറ്റു 5 ഒക്കെ ചെയ്താൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 3 15 വരും. 15 താഴെ -4 ഉണ്ടോ, മൈനസ് മുകളിലും എഴുതാം, -15/4. അതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതുവാണെങ്കിൽ എന്ത് കിട്ടും, -3 and 3/4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മളതിനെ സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ ഐഡിയ. ഓക്കെ, കോൺസെപ്റ്റ് കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മളതിനെ സിംപ്ലിഫൈ എടുക്കുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇതിനെ കണ്ട ഇവിടെ അവർ സിംപ്ലിഫൈ ചെയ്തെടുത്തേക്കുവാണ്. അത് സിംപ്ലിഫൈ ചെയ്തെടുത്തേക്കുവാ. ഞാൻ ചെയ്ത സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്, ചെയ്യേണ്ട സ്റ്റെപ്സ് ഇത്രേ ഉള്ളൂ. 3/13 ഡിവൈഡ് ബൈ -4/65. അപ്പോൾ ഇത് ഇൻറ്റു ആക്കുക. അപ്പോൾ എന്ത് കിട്ടും, 65/-4. 13 65 എത്ര ടൈംസാണ്, 5 ടൈംസ്. സോ 5 ഇൻറ്റു 3 15 ഡിവൈഡ് ബൈ -4. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ കണക്കുകളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും. ചെയ്ത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം.